ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞാനിന്നേ ഒരു യാത്ര പോവാണ്. അതായത് മലപ്പുറത്തേക്കാണ് ഞാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ വീട്ടിൽ താമസിക്കുന്ന കുട്ടീൻ്റെ പെയിൻ ഗസ്റ്റ്, ആ കുട്ടിയുടെ ഹൗസ് വാമിങ് ആണ്. അപ്പോൾ അതിനകത്ത് ഞാൻ മലപ്പുറം വരെ പോകണം. എന്നാലും ക്ഷണിച്ചിട്ട് പോകാതിരിക്കാൻ പറ്റില്ല. അവൻ്റെ അച്ഛനമ്മയും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ആൻറ്റി വരണമെന്ന്. അപ്പം അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കുള്ളൂ ഒരു യാത്ര പോവുകയാണ്. അപ്പോൾ ഞാനിന്ന് സാരിയിലാണ് കേട്ടോ യാത്ര പോകുന്നത്. അപ്പം എങ്ങനെയുണ്ട് ഞാൻ ഒരുങ്ങിയിട്ട്? സുന്ദരിയായിട്ടുണ്ടോ? കേട്ടോ, ഞാൻ ഈ സൈക്കിളിലൊക്കെ യാത്ര ചെയ്യുന്നതുകൊണ്ട് ഞാൻ അധികം വീട്ടിലൊക്കെ ഞാൻ ചുരിദാർ ഉപയോഗിക്കാറ്. ഇവിടെ എങ്ങോട്ടെങ്കിലുമൊക്കെ പോകുമ്പോൾ ചുരിദാർ ഉപയോഗിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാരി എടുത്തിട്ട് നമുക്ക് സൈക്കിൾ എന്തായാലും ചവിട്ടാൻ പറ്റില്ല. അപ്പം ഞാനതുകൊണ്ട് സാരി ഇങ്ങനെ ലോങ് പോകുമ്പോൾ മാത്രമേ സാരി ഉടുക്കുള്ളൂ. എനിക്ക് ഏറ്റവും ഇഷ്ടം സാരി ഉടുക്കുന്നതാണ്. എനിക്ക് ഭംഗിയും സാരി ഉടുക്കുന്നതാണ്. ചുരിദാറിൽ ഞാൻ ഒട്ടും ഭംഗിയില്ലേ കാണാൻ. അപ്പോൾ പ്രായമായില്ലേ. അപ്പോൾ എന്ത് ഡ്രസ്സ് ധരിച്ചാലും ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്നറിയോ, നമ്മുടെ ബോഡി പുറത്ത് കാണിക്കാൻ പാടില്ല. നമ്മളെ കാണാൻ വയ്യാത്ത സാധനങ്ങളൊന്നും പുറത്ത് കാണിക്കാൻ പാടില്ല. ഡ്രസ്സ് നല്ല വൃത്തിയുള്ള മര്യാദയുള്ള ഡ്രസ്സ് ധരിക്കുക. ഇപ്പോൾ ചുരിദാറിലൊരു മര്യാദക്കേട് എനിക്ക് തോന്നുന്നില്ല. നമ്മളെല്ലാ ഫുൾ ബോഡി മറയുന്ന ഒരു ഡ്രസ്സാണ് ചുരിദാർ. ഇപ്പോൾ സാരി ആകുമ്പോഴാണ് നമ്മുടെ വയറും ഇതൊക്കെ ഇങ്ങനെ കാണുന്നത് കേട്ടോ. അപ്പോൾ ചുരിദാർ ഇട്ട ഈ വക വിഷമങ്ങളൊന്നുമില്ല, നമുക്കൊന്നും കാണില്ല. അപ്പം അതുകൊണ്ട് ഞാനിന്ന് എപ്പോഴാണ് മലപ്പുറത്ത് എത്തുകയെന്ന് എനിക്കറിയില്ല. മലപ്പുറത്തുനിന്ന് വീണ്ടും പോകണം. ആ കുട്ടി അവിടെ തന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബസ് ഇറങ്ങിയിട്ട് അവൻ പറഞ്ഞിട്ടുണ്ട് അവിടെ ആൻറ്റി അവിടെ നിന്നാൽ മതി, ഒന്ന് വീട്ടിലേക്ക് വിളിച്ചാൽ മതി, ഉടനെ ഒന്ന് കൊണ്ടുപോകാൻ പറഞ്ഞത്. അപ്പോൾ ഓട്ടോയ്ക്ക് ഒരു 60 രൂപയുടെ ദൂരമുണ്ട്. അവനെ കൂട്ടിക്കൊണ്ടുപോകുമെന്ന്. അപ്പോൾ ഞാൻ ബാക്കി വിശേഷങ്ങൾ ഞാൻ നിങ്ങൾക്ക് അവിടെ ചെന്ന് കാണിച്ചു തരാം. അവൻ്റെ വീടിൻ്റെ താമസം. അപ്പോൾ ഹൗസ് വാമിങ്ങിനാണ് ഞാൻ പോകുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും കല്യാണി പ്രാർത്ഥിക്കുക. യാത്രയിൽ ആപത്തൊന്നുമില്ലാതിരിക്കാൻ പ്രാർത്ഥിക്കണം. ഒറ്റയ്ക്കുള്ള യാത്രയാണേ. അപ്പോൾ ഞാൻ പോയിട്ട് വരട്ടെ. ഇതാണ് കല്യാണി കേട്ടോ. അപ്പോൾ